നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു ആർട്ടിസ്റ്റിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പുള്ളിയുടെ അടുത്താ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അന്ന് ഇന്റർവ്യൂ പൊട്ടി പൊളിഞ്ഞ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. ആ പടം പൊട്ടി. ഏത് പടം പൊട്ടി? ആ ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇത് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ ഓടട്ടെ, പടം ഓടട്ടെ, ഹിറ്റ് അടിക്കട്ടെ. പടല്ലേ പടോടും. എനിക്ക് ഒന്നും വേണ്ട, നിന്നെ എന്നിങ്ങനെ ജീവനോടെ കണ്ടാ മതി. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. ഇതൊരു ഫാന്റസി മൂവിയാണോ? ഫാന്റസി, ഫുൾ ഫാന്റസി. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. ഇപ്പൊ ശീതളിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടില്ല കേട്ടോ. ശീതളിനോടല്ലേ ചോദിച്ചത്? തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ശരിക്കും സെൽഫ് ട്രോൾ ചെയ്യാൻ നല്ല മിടുക്കന്മാരാ. അച്ഛനും നന്നായിട്ട് പറയും, അത് സെൽഫ് ആയിക്കോട്ടെ മറ്റാളായാലും പറയും. ധ്യാൻ ചേട്ടനും അതുപോലെ പറയും. ശരിക്കും ആ ഒരു കഴിവ് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ തന്നെ കിട്ടിയതായിരിക്കണം അല്ലേ? ഞങ്ങള് ട്യൂഷന് വന്നിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പൊ പ്രൊമോഷൻ ഒരുപാട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു വെറൈറ്റി രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ഒരു ചിന്തയുണ്ടോ? എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നമുക്ക് പല രീതിയിൽ ചെയ്യാം അല്ലെ? ഇപ്പൊ പല രണ്ട് രീതി പറഞ്ഞു. അത് ഉത്തരം പറ. അത് പറങ്ങട് റോട്ടിലൊക്കെ ഇറങ്ങി ഒട്ടും പ്രതീക്ഷിക്കൂല. ഇപ്പൊ നിങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ കോമൺ ആയിട്ടൊരു റോട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി നിൽക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. ഇന്റർവ്യൂ നടുറോട്ടിൽ എവിടെയും വെക്കാറ്. നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ബബ്ബന്റെ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ആക്ച്വലി നന്നായിട്ട് ഒരുപാട് ഉണ്ടോ ആ സിനിമയിൽ എന്നുള്ളത്. അതൊരു എല്ലാരും ഇപ്പൊ കാത്തിരിക്കുന്ന ഒരു അത് ക്രിസ്മസിന് ഉണ്ടാവും. കണ്ടിട്ടറിഞ്ഞാ പോലെ മതിയല്ലോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വല്ല കാര്യമുണ്ടോ അതിന്റെ ഒക്കെ വായിച്ചൊന്ന് കേറാൻ? പോയിട്ട് വരാം.